ഈ കുരുക്ക് നീണ്ടത് 1-2 കിലോമീറ്ററുകളല്ല. ചങ്ങലയിൽ കോർത്തിട്ട പോലെ വാഹനങ്ങൾ നീണ്ടു കിടന്നത് 300ഓളം കിലോമീറ്ററുകളാണ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്ന് തുടങ്ങിയ ഗതാഗത കുരുക്ക് ഉത്തർപ്രദേശ് സംസ്ഥാനവും കടന്ന് മധ്യപ്രദേശ് വരെ നീണ്ടു. ലോകത്തെ ഏറ്റവും വലിയ ട്രാഫിക് ജാം എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഹാഷ്ടാഗുകൾ രൂപപ്പെട്ടത് വളരെ വേഗത്തിലുമാണ്. മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി അവധി ദിവസമായ ഞായറാഴ്ച ഭക്തർ പ്രയാഗ്രാജിലേക്ക് ഒഴുകിയതാണ് ഈ ഒരു കുരുക്കിന് കാരണമായത്. പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമമാണ് കുംഭമേളയുടെ വേദിയെങ്കിലും 100 കിലോമീറ്ററിലേറെ അകലെയുള്ള നഗരങ്ങൾ പോലും വാഹനക്കുരുക്കിൽ സ്തംഭിച്ചു. മധ്യപ്രദേശ് വഴി പ്രയാഗ്രാജിലേക്ക് പോയ ഭക്തരാണ് കൂടുതലും കുരുക്കിൽപ്പെട്ടത്. 300 കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര ഗതാഗതം നിർത്തിവെക്കേണ്ടി വന്നു പലയിടങ്ങളിലും പോലീസിന്. ഇതോടെ മണിക്കൂറുകളാണ് റോഡിൽ വാഹനങ്ങൾക്കുള്ളിൽ പലരും കുടുങ്ങിയത്. പ്രയാഗ്രാജിലേക്ക് പുറപ്പെടുന്ന വാഹനങ്ങൾ പലയിടങ്ങളിലും മുൻകരുതൽ എന്നവണ്ണം തടയുന്നുമുണ്ട്. ഒരു ദിവസത്തേക്ക് ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണെന്ന് മധ്യപ്രദേശിലെ കാട്നി ജില്ലയിലെ പോലീസ് അനൗൺസ്മെന്റും നടത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ കാട്നി, ജബൽപൂർ, മൈഹാർ, രേവ എന്നീ ജില്ലകളിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായി അനുഭവപ്പെട്ടത്. മൈഹാർ ജില്ലയിലെ പോലീസ് കാട്നി, ജബൽപൂർ എന്നിവിടങ്ങളിലേക്ക് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പ്രയാഗ്രാജിലേക്ക് യാത്ര ഈ ദിവസം സാധ്യമല്ല എന്ന അറിയിപ്പോടു കൂടി തന്നെയാണ് വാഹനങ്ങൾ പോലീസ് തിരിച്ചയക്കുന്നത്. ആയിരക്കണക്കിന് കാറുകളും ട്രക്കുകളുമാണ് റോഡുകളിൽ അനക്കമില്ലാതെ മണിക്കൂറുകൾ കിടന്നത്. തിങ്കളാഴ്ച പുലർച്ചെയും ഗതാഗത കുരുക്ക് രൂക്ഷമായി തുടർന്നു. 5 മണിക്കൂർ കൊണ്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചുവെന്നാണ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്. ജബൽപൂരിന് 15 കിലോമീറ്റർ മുമ്പേ ട്രാഫിക് ബ്ലോക്ക് ആരംഭിക്കുന്നുവെന്നും ഇനിയും 400 കിലോമീറ്റർ ദൂരം പ്രയാഗ്രാജിലേക്ക് ഉണ്ടെന്നും ഒരു നെറ്റിസൺ വിവരം പങ്കുവച്ചു. അവധി ദിനത്തിൽ കൂട്ടത്തോടെ ഭക്തർ എത്തിയതാണ് ഇത്ര വലിയ ഗതാഗത കുരുക്കിന് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത്. പൂർണ്ണമായി കുരുക്കഴിയാൻ 2 ദിവസം വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. 48 മണിക്കൂറിലേറെയായി കുടുങ്ങിക്കിടക്കുകയാണ് പല വാഹനങ്ങളും. 50 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 12 മണിക്കൂർ വരെ സമയം വേണ്ടിവരുമെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. തിരക്ക് നിയന്ത്രിക്കാനായി മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് അതിർത്തികളിൽ പലയിടങ്ങളിലും വാഹനങ്ങൾ തടയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുന്നവരുടെ എണ്ണത്തിൽ കുറവ് വരുന്നില്ലെന്നാണ് രേവ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. രേവ പ്രയാഗ്രാജ് റൂട്ടിൽ ഗതാഗത കുരുക്ക് കുറയാതിരിക്കുന്നതും ഈ തിരക്ക് കൊണ്ടാണ്. പ്രയാഗ്രാജിലേക്കുള്ള ഹൈവേയുടെ വശങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പ്രയാഗ്രാജ് ഭരണകൂടവുമായി ചേർന്ന് ശ്രമങ്ങൾ തുടരുകയാണെന്ന് രേവ ജില്ലാ കളക്ടർ പ്രതിഭ പൽ അറിയിച്ചിട്ടുണ്ട്. ഗതാഗത കുരുക്കിൽ പെട്ടവർക്ക് വെള്ളവും ഭക്ഷണവും എത്തിക്കാൻ സൗകര്യം ഒരുക്കുന്നുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഗതാഗത കുരുക്കിൽ പോലീസിനെ സഹായിക്കാനായി രംഗത്തുണ്ട്. ജനുവരി 13-ന് ആരംഭിച്ച മഹാകുംഭമേള ഈ മാസം 26 വരെ നീണ്ടു നിൽക്കും.